പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഡിസംബർ 16 പകൽ 4 മണിക്ക് മകരക്കൂറിലെ ധനുസംക്രമം നടന്നു കഴിഞ്ഞു. ഈ ധനുസംക്രമം ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഈ ധനുസംക്രമത്തിന് ശേഷം ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട്, ഇല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നടക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ചും ഇവരെ കാത്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. അതോടൊപ്പം തന്നെ ഏകദേശം എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. കുറച്ച് നക്ഷത്ര ജാതകർക്ക് ദോഷഫലങ്ങളും വരുന്നൊരു സാഹചര്യം കൂടിയാണ് ഈ ധനുസംക്രമത്തിന് ശേഷം കാണുന്നത്. അതും കൂടി ഒന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ വ്യാഴം, 6-ൽ കേതു, 7-ൽ ശുക്രൻ, അഷ്ടമത്തിൽ ആദിത്യൻ, കുജൻ, 9-ൽ ബുധൻ, 11-ൽ ശനി, 12-ൽ രാഹു. ഇതാണ് ഗ്രഹനില. ധനപരമായ ക്ലേശങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇവരെ വിട്ടൊഴിയും. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള ക്ലേശങ്ങൾ എല്ലാം മാറുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതിക്കുള്ള സാധ്യതകൾ തെളിയുന്നതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. അതൊന്ന് കണക്ക് കൂട്ടിയിരിക്കുക. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കുള്ള കാലതാമസങ്ങൾ മാറിവരും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള കാര്യതടസ്സങ്ങളും മാറിക്കിട്ടും. വ്രണങ്ങൾ, ഒടിവ്, ചതവ്, മുറിവ്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. വാതബന്ധിയായ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹബന്ധിയായ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബുദ്ധിപരമായ വൈകല്യങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം കുറയും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ തമ്മിൽ കലഹത്തിന് ഇടയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. ഇനി എന്ത് എന്ന ആശങ്ക എപ്പോഴും ഉണ്ടാകും. ഒരു കാര്യവുമില്ലാതെ വെറുതെ നടക്കുന്നൊരു സ്വഭാവം ഇവരിലേക്ക് വരും. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഉദരവ്യാധി, വായുകോപം എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉള്ളവർക്കൊരു ശമനം കണ്ടു തുടങ്ങും. മക്കൾക്ക് സൗഖ്യം ലഭിക്കും. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടി വരും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. വിദേശത്ത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിക്കാം. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കൂടുതലാകും. ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ ഇടവരും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യ മധ്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിലെ നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 4-ൽ കേതു, 5-ൽ ശുക്രൻ, 6-ൽ ആദിത്യൻ, കുജൻ, 7-ൽ ബുധൻ,
9-ൽ ശനി, 10-ൽ രാഹു, 11-ൽ വ്യാഴം. ഇതാണ് മിഥുനക്കൂറുകാരുടെ ഗ്രഹനില. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കൂടുതലായിട്ട് കണ്ടു തുടങ്ങും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം വരും. പലതരത്തിൽ സന്തോഷ അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കലഹഭയം മനസ്സിൽ നിന്ന് കുറയും. ശത്രുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഈശ്വര ഭജനത്തിനുള്ള തടസ്സങ്ങൾ മാറിത്തുടങ്ങും. ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും. പലവിധ രോഗാരിഷ്ടതകളും ഉണ്ടാകും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 3-ൽ കേതു, 4-ൽ ശുക്രൻ, 5-ൽ ആദിത്യൻ, കുജൻ, 6-ൽ ബുധൻ, അഷ്ടമത്തിൽ ശനി, 9-ൽ രാഹു, 10-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. ശത്രുക്കളിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സ് എപ്പോഴും സംഘർഷഭരിതമായിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സഹോദരരുടെ അകൽച്ച ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകൾ കാണുന്നു. ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ആശങ്ക ഉണ്ടാകും. രോഗാരിഷ്ടതകൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ആയുർഭീതി മനസ്സിൽ നിന്ന് ഒഴിയും. ത്വക്കുരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില പ്രതീക്ഷകളും ഉണ്ടാകുന്ന സമയമാണ്. സ്ഥാനക്കയറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാൻ സാധിക്കും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുന്നതിനും നല്ലൊരു വർഷമാണ് 2024. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 2-ൽ കേതു, 3-ൽ ശുക്രൻ, 4-ൽ ആദിത്യൻ, കുജൻ, 5-ൽ ബുധൻ, 7-ൽ ശനി, അഷ്ടമത്തിൽ രാഹു, 9-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. ധനപരമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയമല്ല വരുന്നത്. സുഖകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വിദ്യാഭ്യാസം പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോകും. വാദബന്ധിയായ രോഗങ്ങൾ, നേത്രരോഗം ഇവ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഇതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ സഹോദരങ്ങൾക്കെപ്പോഴും സമ്മിശ്രമായിട്ടുള്ളൊരു ഫലത്തിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം. കടങ്ങൾ തീർക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കാര്യസാധ്യങ്ങൾ മാറിത്തുടങ്ങും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടൊഴിയും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. സഹോദര ബന്ധങ്ങളിൽ വിള്ളൽ വീഴുകയും ചെയ്യും. ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പ്രതീക്ഷിക്കാത്ത നേരത്ത് സാമ്പത്തിക പുരോഗതി ഇവരെ തേടി വരുന്നുണ്ട്. ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യങ്ങളും രോഗശാന്തിയും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരങ്ങൾ ലഭിക്കും. വലിയ സന്തോഷങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഇവരെ തേടി വരുന്നുണ്ട്. ആദിവ്യാധികൾ കുറഞ്ഞു തുടങ്ങും.
ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഔഷധ ചികിത്സകൾ ആവശ്യമായിട്ട് വരും. ചില യാത്രകളും വേണ്ടിവരും. കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഗൃഹനിർമ്മാണത്തിലുള്ള ശ്രമങ്ങൾ വിജയം കാണാനും സാധ്യതയുണ്ട്. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു.